ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലായ ഗോ ഗ്രീൻ പ്ലാൻ ലവറിലേക്ക് സ്വാഗതം. ഞാൻ അണിമ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്ലവേഴ്സ് മാത്രമുള്ളൂ കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് അപ്ഡേഷനും ഉണ്ട്. ഫ്ലവേഴ്സ് ഇപ്പൊ കുറേ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്ലവേഴ്സ് മാത്രമായിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോ ഞാൻ തുടങ്ങിക്കോട്ടെ. ഇത് നമ്മുടെ വൈറ്റ് മൾട്ടിപ്പറ്റൽ ആദ്യമായിട്ട് പ്രൂൺ ചെയ്ത സുന്ദരി. പിന്നെ ഇതൊരു പിങ്ക്. ഇത് ആദ്യം വിരിയുമ്പോഴത്തേക്കും വൈറ്റും ഒരു ലൈൻ പോലെ കണ്ട് ഇത് മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ അത് പിങ്ക് കയറി വരും. എനിക്ക് ഇത്രയും ജലദോഷമുണ്ട്, അതുകൊണ്ട് ശബ്ദം ഒന്നടഞ്ഞിട്ടുണ്ടേ. ഇത് അടുത്ത ഒരു പിങ്ക്, ഡാർക്ക് പിങ്ക് ഷെയ്ഡായിട്ട് ഇത് നല്ല രീതിയിൽ മുട്ടൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. കണ്ടില്ലേ? ആദ്യം വിരിയുമ്പോ ഇങ്ങനെ ഇരിക്കും, പിന്നെ ഇതിങ്ങനെ ഡാർക്ക് പിങ്ക് കുറഞ്ഞ് ലൈറ്റ് പിങ്കിലേക്ക് വരും. ഇത് അടുത്ത ഒരു പർപ്പിൾ സുന്ദരി. ഇത് നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഞാനിത് 2-3 പ്രാവശ്യം പ്രൂൺ ചെയ്തൊക്കെ വിട്ടിട്ട് ഉണ്ടായേക്കണതാണ്. കുറെ പ്രാവശ്യം പ്രൂൺ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോഴും ഉണ്ടായേക്കണ പ്രൂൺ ചെയ്ത ആ സൈഡിൽ നിന്നാണ് പൂവിട്ടേക്കണത്. നല്ല രീതിയിൽ പൂവിടുന്ന ഒരാളാണ്. ഇത് നമ്മുടെ എപ്പോഴും ഞാൻ കാണിക്കാറുള്ള ആ നല്ല വലിയ ഫ്ലവർ ഉള്ളത്. ഇപ്പൊ പ്രൂണിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ നിറച്ച് മുട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് അടുത്ത നമ്മുടെ ബോൺസായി ആക്കി നിർത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഒന്ന് കോഡക്സ് ഒക്കെ വലുതായതുകൊണ്ട് ഒന്ന് എടുത്ത് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ സുന്ദരികൾ. അപ്ഡേഷൻ എന്ന് പറഞ്ഞത് ഇതാണ്. നമ്മളന്ന് വീഗ്രാഫ്റ്റ് ചെയ്ത് വിട്ടില്ലേ, February 24th ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഗ്രാഫ്റ്റ് ചെയ്യണത്. വീഗ്രാഫ്റ്റ് അത് ഇപ്പോ ഫ്ലവറിങ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു മൾട്ടിഗ്രാഫ്റ്റ് കാണിക്കാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇത് മൾട്ടിഗ്രാഫ്റ്റ് 4 കളറിലെ ഒരു ചെടിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു ബഡ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഫ്ലവർ ആയി കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്ത് ഇവിടെയും രണ്ട് കളേഴ്സിന് ബഡ് വന്നിട്ടുണ്ട്. അപ്പോ അത് ഫ്ലവർ വിരിഞ്ഞതിന് ശേഷം വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷനാണ് ഞാൻ ഒരു കുഞ്ഞ് അപ്ഡേഷൻ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ പിങ്ക്, നല്ല പിങ്കാണ്, ഒരുപാട് സ്ട്രൈപ്സ് ഒക്കെ ആയിട്ട്. അത് പക്ഷെ ഇങ്ങനെ വിരിഞ്ഞ് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇങ്ങനെ സ്പ്രെഡായി പോകും, പിങ്ക് ഷെയ്ഡ്. പിന്നെ ഇത് എപ്പോഴും കാണിക്കാറുള്ള നമ്മുടെ ഒരു സുന്ദരി ആയിട്ടുള്ളത്. ഇപ്പോ ഈ വെയിലിന്റെ ശക്തി കൊണ്ടാണ് ഈ കളറൊക്കെ ഒന്ന് ഷെയ്ഡ് ആയേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ എല്ലാവരും പറഞ്ഞ് ഫാത്തിമേനെ അറിയാമല്ലോ അല്ലെ. അത് 2 ഫ്ലവർ, പിന്നെ ബഡൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആർക്കോ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്. പിന്നെ ഇത് നമ്മുടെ ഒരു റെഡ്. ഇത് ആദ്യം കാണിച്ചത് ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് പൂവിട്ടതാണ്. ഇത് നമ്മുടെ റെഡ് വൈറ്റ്. അത് നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം ഒരുമാതിരി പൂക്കളൊക്കെ തീർന്നു തുടങ്ങി. ഇത് നമ്മുടെ വൈറ്റ് വൈറ്റ് പോപ്കോൺ. അതാണ് ഇതിന്റെ ഐഡിയ. എനിക്ക് അങ്ങനെ എല്ലാത്തിന്റെ ഐഡിയ എന്ന് പറഞ്ഞുകൂടാ, അറിയാവുന്നതൊക്കെ പറയാം. ഇത് നല്ല ഒരു യെല്ലോ സുന്ദരി. ഇതൊക്കെ അധികം അങ്ങനെ മുട്ടിടാത്തതാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴായ പിന്നെ ഇത്തിരി ഒന്ന് വളർന്നതിന് ശേഷം നല്ല രീതിയിൽ പ്രൂൺ ചെയ്താണ് ഇപ്പോ ഇങ്ങനെ ഒന്ന് പൂവിട്ട് മുട്ടിട്ട് തുടങ്ങിയേക്കണത്. ഇതും ഒരു റെഡ് വൈറ്റ്. ഇത് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പൊ അതിൽ പൂവിട്ടേക്കണം. ഇതിന്റെ ഒരു മദർ പ്ലാന്റ് ഇതാണ്. ഇതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്ത് വെച്ചാണ് ഇതിൽ വെച്ച് പിടിപ്പിച്ചത്. പിന്നെ ഇത് നമ്മുടെ പർപ്പിൾ ഷെയ്ഡ്.
അതും അങ്ങനെ ഫ്ലവറിങ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് സ്വാൻ നിറച്ച് മുട്ടിട്ട് നിൽക്കണ കേട്ടോ ബ്ലാക്ക് സ്വാൻ. ഇതാണ് ആദ്യം വിരിയുമ്പോഴുള്ള നല്ല ബ്ലാക്ക് ആണ് കേട്ടോ. ഇതില് എത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നു, നല്ല ബ്ലാക്ക് ആണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും. പിന്നെയാണ് ആ നടുക്കത്തെ ആ റിങ് ഒന്ന് ഇതായി വൈറ്റ് റിങ് കണ്ട അതൊന്ന് ക്ലിയർ ആയിട്ട് വരുന്നത്. പിന്നെ ഇത് നമ്മുടെ എപ്പോഴും കാണിക്കാറുള്ള സുന്ദരി. ഇത് നമ്മുടെ സിംഗിൾ പെറ്റൽ. ഇത് നിറച്ച് പൂവിട്ട് നിക്കണ കേട്ടാ, നിറച്ച് പൂവിട്ടിട്ടുണ്ട്. ഇതിങ്ങനെ കാണിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. കണ്ട നിറച്ച് പൂവിട്ട് നിക്കണ. ഇത് അടുത്ത റെഡ് മൾട്ടിപ്പെറ്റൽ. ഇത് നമ്മുടെ വെരിഗേറ്റഡ് അടീനിയല്ലേ, വെരിഗേറ്റഡ് സുന്ദരി. അത് ഫ്ലവർ ആയി നിൽക്കുന്നു. ഇത് നമ്മുടെ കാർണേഷൻ വെറൈറ്റി. ഇതൊന്ന് നിറച്ച് മുട്ടിട്ട് നിൽക്കണേന്ന്. പിന്നെ എപ്പോഴും കാണിക്കാറുണ്ട്. ഇപ്പൊ നിറച്ചും നിറയെ മുട്ടിട്ടേക്കണോണ്ട് കുറെ ഷോർട്സിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം നിറച്ച് പൂവിട്ടിട്ടുണ്ട്. കുറെ അധികം പൂവിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് എപ്പോഴും കാണിക്കാറുള്ളത്. ഇതൊക്കെ അധികം വലിയ കോഡക്സ് ഒന്നും ഉള്ളതല്ല കേട്ടോ, കുഞ്ഞി ചെറുതാണ്. അധികം അങ്ങോട്ട് വലുതായിട്ടൊന്നുമില്ല. ഇത് കാർണേഷൻ കുറച്ച് വലുതാണ്. വലുതായതിനൊക്കെയാണ് സാധാരണ കുറെ പൂക്കൾ ഇടാറുള്ളത്. പിന്നെ ഇത് നമ്മുടെ നാടൻ വിത്ത് മുളച്ച സുന്ദരി. അതും നിറച്ച് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കുഞ്ഞി ചെടിയാണ്. ഞാനിത് രണ്ട് പേരെ ഒരു ഒരു കപ്പില്, ഐസ്ക്രീമിന്റെ കപ്പില് വെച്ചേക്കണ. നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. ഇതും നമ്മുടെ സിംഗിൾ പെറ്റൽ, റെഡ് വൈറ്റ് ഇങ്ങനെ ഒരു കളറൊക്കെ ആയിട്ട്. പിന്നെ ഇതും നല്ല വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. നിറച്ചും പൂവിട്ട് നിറച്ചിങ്ങനെ കൊല കുത്തി കിടക്കണതാ. കൊറേ ഇതിന്റെ തണ്ടിനൊന്നധികം ഇത് വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, ചെറിയൊരു ഇതായത് കൊണ്ടാണ്, സ്റ്റെം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നത്. അത് കൊറേ ഇത് കണ്ട, ഇതൊക്കെ നിറച്ച് പൂക്കളുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ഇത് നമ്മുടെ പിങ്ക് വെറൈറ്റി. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഞാൻ ഇതൊന്ന് ഒരു ഇതിലിങ്ങനെ കാണിച്ചു തരാം, എന്നിട്ട് ഗുഡ് ബൈ പറയാം. ഇതാ നമ്മുടെ പൂക്കൾ. ഇതാ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ്. പലരും എൻ്റെ ഒരു ഗാർഡൻ ടൂർ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിന് മാത്രം വലിയ ഗാർഡൻ സെറ്റപ്പ് ഒന്നുമില്ല. അപ്പൊ ഇതാണ് എൻ്റെ ഗാർഡൻ, കണ്ടില്ലേ? ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഫ്ലവർ ഷോ, എൻ്റെ ഒരു കുഞ്ഞ് ഫ്ലവർ ഷോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.